ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഉഷാറല്ലേ? നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം 1 ഇയറിൽ കൂടുതലായി. കാരണം ഒരു ജോബ് സ്വിച്ച് ഒക്കെ ആയപ്പോൾ കുറച്ച് ടൈമിൻ്റെ ലിമിറ്റേഷൻസ് ഒന്നും അതുണ്ടായി. എനിവേ, ലെറ്റ്സ് റീസ്റ്റാർട്ട്, റീകണക്ട്. വെൽക്കം ടു അവർ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ മുഹമ്മദ് ഹാസിഖ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരും വീട് പണി നടക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ പറമ്പിലുള്ളപ്പോൾ തന്നെ മരം വിൽക്കുന്നവരും വാങ്ങുന്നവരുമാണ്. സോ നമ്മൾ മരം വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും നമ്മൾ എത്ര ക്വാണ്ടിറ്റി മരമാണ്, എത്ര അളവാണ് വാങ്ങുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ ഇല്ല. സോ നമ്മൾ ഒന്നുകിൽ മരം ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ ആ കച്ചവടക്കാരൻ പറയും ഇത്ര രൂപയുടെ മരമുണ്ട്, അപ്പോൾ നമ്മളൊരു ബാർഗെയിൻ ചെയ്ത് ഒരു വിലക്ക് ഉറപ്പിക്കും. പക്ഷെ നമുക്കറിയില്ല ഈ മരം ശരിക്ക് എത്ര രൂപയുടെ മുതലുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ കട്ടില ജനലിനൊക്കെ മരം എടുക്കുകയാണെങ്കിൽ, ഫർണിച്ചറിന് മരം എടുക്കുകയാണെങ്കിലും നമുക്ക് മില്ലിൽ പോയിട്ട് നമുക്ക് ഒരു മരം അളക്കാനുള്ളൊരു ഐഡിയ ഇല്ല. നമുക്കതിന് ഒന്നുകിൽ അവിടുത്തെ മൂപ്പൻ പറയുന്ന ഒരു അളവായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ആശാരിയുടെ അളവ്, അതിനനുസരിച്ച് നമ്മൾ എടുക്കില്ല. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത്രയും വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. കാരണം നമ്മളുടെ ഡെയിലി ലൈഫിൽ വരുന്നതാണ് ഈ മരത്തിനെ അളക്കുക എന്നുള്ളത്, മരം മേടിക്കലും വിൽക്കലും. അപ്പോൾ ഈ മരം എങ്ങനെ അളന്ന് കണക്കാക്കാം, മരത്തിൻ്റെ അളവ് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ മനസ്സിലാക്കാം, കണക്ക് കൂട്ടാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യണം. സോ നിങ്ങൾക്ക് മരം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് അറിയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. സോ ഈ കണക്ക് കൂട്ടലിലോട്ട് കടക്കുന്നതിന് മുൻപ് വളരെ ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഒന്ന്, എന്താണ് ഒരു മീറ്റർ, എന്താണ് ഒരു ഇഞ്ച്, എന്താണ് ഒരു ഫീറ്റ്. ഓക്കെ, അപ്പോൾ ഒരു മീറ്റർ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 100 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ എന്നുള്ളത്. അതുപോലെ ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54, 2.54 സെൻറ്റിമീറ്ററിനാണ് ഒരു ഇഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനത്തെ 12 ഇഞ്ച്, 12 × 2.54 സെൻറ്റിമീറ്റർ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 30.48, 30.48 സെൻറ്റിമീറ്റർ കിട്ടും. ഈ 30.48 സെൻറ്റിമീറ്ററിനാണ് ഒരു ഫീറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കൊന്ന് ചുരുക്കി പറയാം. ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെൻറ്റിമീറ്റർ, ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ 30.48 സെൻറ്റിമീറ്റർ, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സാധാരണ മരത്തിൻ്റെ അളവ് കണക്കാക്കൽ ഈ ഇഞ്ച് ആൻഡ് ഫീറ്റ് വെച്ചിട്ടാണ്. ഈ ഇഞ്ച് ആൻഡ് ഫീറ്റ് വെച്ചിട്ട് മരം കണക്കാക്കുന്നതിന് ഇമ്പീരിയൽ മെത്തേഡ് എന്ന് പറയും. ഇമ്പീരിയൽ മെത്തേഡിൽ എങ്ങനെയാണ് അളക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണ സഹിതം കാണിച്ചു തരാം. സോ ഒരു എക്സാമ്പിളിന് ഈ മരം എടുക്കുക. ഈ മരത്തിൻ്റെ നമ്മൾ അസ്യൂം ചെയ്യുക ഇവിടെ നമ്മൾ കട്ട് ചെയ്തു, അടിയിൽ അതുപോലെ നമ്മൾ ടോപ്പിലും കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു പീസായിട്ട് നമ്മൾ ഇതിൻ്റെ എടുത്തു വെക്കാം. സോ ഇതിന് ടോട്ടൽ ലെങ്ത്ത് ഒരു 8 ഫീറ്റ് ആണെന്ന് വിചാരിക്കുക. ഏകദേശം 2.5, 2.4 മീറ്റർ അല്ലതുള്ളൂ. അപ്പോൾ 8 ഫീറ്റ് ഇതിൻ്റെ ലെങ്ത്താണ്. പിന്നെ അപ്പോൾ നമുക്കിത് കണക്കാക്കാൻ വേണ്ട ഒന്ന് നമ്മളെ മരത്തിന് കഷ്ണത്തിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് മനസ്സിലായി. ഇതിന് 2.43 മീറ്റർ മീൻസ് 8 ഫീറ്റ് ലെങ്ത്ത് ഉണ്ട്. 8 ഫീറ്റാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇനി നമുക്ക് വേണ്ടത് ഈ മരത്തിൻ്റെ ചുറ്റളവ് വേണ്ടത്. ഈ ചുറ്റളവ് കണക്കാക്കാൻ നമ്മൾ ഒരു മരക്കഷ്ണം കിട്ടി അതിൻ്റെ 3 ചുറ്റളവ് എടുക്കണം. താഴത്തെ ചുറ്റളവ് എടുക്കണം, അതുപോലെ ടോപ്പിലെ ചുറ്റളവ് എടുക്കണം, ആ പീസിൻ്റെ 2 സൈഡിലുള്ള ചുറ്റളവ് എടുക്കണം, പിന്നെ ആ പീസിൻ്റെ സെൻറ്ററിൽ എത്ര ചുറ്റളവ് അതും എടുക്കണം. അപ്പോൾ ഞാൻ ഈ കേസിൽ ഒന്ന് അസ്യൂം ചെയ്യാണ്, ഇവിടെ 30 ഇഞ്ചാണ്, ഇവിടെ 25 ഇഞ്ചാണ്, ഇവിടെ 20 ഇഞ്ചാണ്. അങ്ങനെ ഞാൻ അസ്യൂം ചെയ്തു. ഇതിൽ നമ്മൾ ഈ ഇമ്പീരിയൽ മെത്തേഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നീളം എടുക്കേണ്ടത് ഫീറ്റിലാണ്. ഞാൻ എടുത്ത് കണ്ടോ 8 ഫീറ്റ്. അതുപോലെ ചുറ്റളവ് എടുക്കേണ്ടത് ഇഞ്ചിലാണ്. നമ്മൾ കണ്ടോ 30, 25, 20 എടുത്തു. ഇനി ഈ 3 ചുറ്റളവെന്ന് നമ്മളൊരു ആവറേജ് ചുറ്റളവ് എടുക്കണം. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ 3ഉം കൂട്ടിയിട്ട് 3 എണ്ണമാണ്. അപ്പോൾ 25, 30 + 25 + 20 ഇട്ടിട്ട് ഡിവൈഡഡ് ബൈ എല്ലാറ്റിനും 3 കൊണ്ടായിരിക്കും. അപ്പോൾ 25 കിട്ടും. അപ്പോൾ 25 കിട്ടി. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു മരം ആകുമ്പോൾ അതിനൊരു തൊലിക്കനം ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ തൊലിക്കനം കുറക്കണം. നമ്മൾ മരം എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. മില്ലിൽ നിന്ന് അവരോട് പറയണം തൊലിക്കനം കുറക്കണം. അപ്പോൾ 2-3 ഇഞ്ചൊക്കെ ഇതിന് തൊലിക്കനം കുറക്കാം. അപ്പോൾ നമ്മൾ ഒരു 3 ഇഞ്ച് തൊലിക്കനം കുറച്ചു. അപ്പോൾ നമ്മൾ 22 ഇഞ്ചായി നമ്മുടെ മരത്തിൻ്റെ സർക്കംഫറൻസ്. ഇപ്പോൾ നമുക്ക് 2 അളവ് കിട്ടി. ഒന്ന് അതിൻ്റെ ലെങ്ത്ത് 8 അടി, അതുപോലെ അതിൻ്റെ ചുറ്റളവ് 22 ഇഞ്ച്. അപ്പോൾ ഈ 2 അളവുകളും മാത്രമാണ് നമുക്ക് ഇതിൻ്റെ വോളിയം കണക്കാക്കാൻ വേണ്ടത്. ഇത് എത്ര ക്യൂബിക് ഉണ്ടെന്ന്
കണക്കാക്കാം. നമ്മുടെ നാട്ടിൽ ക്യൂബിക്കിനെ കുവി എന്നാണ് പറയാം സാധാരണ നോർമൽ. എൻ്റെ നാട്ടിലൊക്കെ കുവി എന്ന് പറയാം. ഞാൻ ചെറുപ്പത്തിലൊക്കെ കുവി എന്ന് കേട്ടിട്ട് എന്തത് മനസ്സിലായിരുന്നില്ല. ശരിക്കും അത് കുവിയല്ല, ക്യൂബിക്കാണ്, ക്യൂബിക്. സോ ക്യൂബിക് ഫീറ്റ് ആണ് നമ്മുടെ ആൾക്കാർ കുവി എന്ന് പറയുന്നത്. സോ അത് വേറെ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് 2 ഡയമെൻഷനാണ് വേണ്ട. ഒന്ന് ലെങ്ത്ത് വേണം, ഒന്ന് ഇതിൻ്റെ ചുറ്റളവ് വേണം. അപ്പോൾ ലെങ്ത്ത് നമുക്ക് കിട്ടി 8, ചുറ്റളവ് കിട്ടി 22. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, C² × L/2304. ഇതിൽ C എന്ന് പറഞ്ഞ ചുറ്റളവാണ്, L എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്താണ്, 2304 പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതെങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ കേസിൽ നമ്മൾ C നമ്മൾ എന്ത് ചെയ്യും, 22 എടുക്കും. അപ്പോൾ 22² × 8 ഡിവൈഡഡ് ബൈ 2304 ചെയ്യുമ്പോൾ നമുക്ക് 1.68 ക്യൂബിക് ഫീറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ 1.68 CFT ആണ്, ക്യൂബിക് ഫീറ്റ് ആണ്. പിന്നെ കുറച്ച് ഡെപ്തിൽ ചിന്തിക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ 2304 എന്ന് പറഞ്ഞ സംഖ്യ എങ്ങനെ വന്നതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടായി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിൻ്റെ ഇക്വേഷൻ അറിയില്ല, ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള. C² L/4π ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ L ഓൾറെഡി ഫീറ്റിലാണുള്ളത്, നമ്മൾ C കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇഞ്ചിലാണ്. അപ്പോൾ ഇഞ്ച് എല്ലാം ഒരു ഇക്വേഷനിൽ ഒരേ ഡയമെൻഷനിലാവേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിലുള്ള സീനെ ഫീറ്റിലോട്ടാക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം, 2 പ്രാവശ്യം 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആ 12 × 12 × 4 × പൈനെ നമ്മൾ ഈ മരത്തിന് ഇങ്ങനെ ചെറിയ അണ്ടുലേഷൻസ് ഉണ്ടാവില്ല, അതൊക്കെ കവർ ചെയ്യാൻ പൈനെ നമ്മുടെ നാട്ടിൽ സാധാരണ ആൾക്കാർ 3.14 പകരം 4 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അപ്പോൾ 12 × 12 × 4 × 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2304 കിട്ടും. അങ്ങനെയാണ് ആ ഇക്വേഷൻ്റെ താഴെ 2304 വന്നത്. ഇനിയിപ്പോൾ ഒരു മരം വിൽക്കുകയാണെങ്കിൽ, അതേപോലെ മരം മേടിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് തന്നെ മരം നോക്കിയിട്ട് ഇത്ര ക്യൂബിക് ഫീറ്റ് ഉണ്ടെന്ന് വളരെ വിശ്വാസത്തോടെ പറ്റിക്കപ്പെടാതെ അളക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം, ഞാൻ റിപ്ലൈ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ വീടും നിർമ്മാണവും കൺസ്ട്രക്ഷനും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.